ആകെ മൊത്തം പൊട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് വി.ഡി. സതീശൻ ബോംബ്, ഞെട്ടൽ എന്നൊക്കെ പറഞ്ഞു വരുന്നത്. വാസ്തവത്തിൽ സതീശന്റെ കയ്യിൽ ബോംബ് പോയിട്ടൊരു പൊട്ടാസ് പോലുമില്ല എന്ന് കേരളത്തിനറിയാം. എന്തിന്, കോൺഗ്രസുകാർക്ക് പോലും അതറിയാം. AI ക്യാമറ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും നൽകിയ ഹർജി ഹൈക്കോടതി എടുത്ത് ദൂരെ കളഞ്ഞു. പൊട്ടാൻ വെച്ച ഒരു ബോംബ് അങ്ങനെ ചീറ്റിപ്പോയി, സാരമില്ല. 2026 ഇലക്ഷൻ നടക്കുന്നതുവരെ ഇനിയും സമയമുണ്ടല്ലോ. 8ന്റെ പണിയാണ് കോടതി വിധിയിലൂടെ പ്രതിപക്ഷത്തിന് കിട്ടിയിരിക്കുന്നത്. സതീശനും ചെന്നിത്തലയും തമ്മിലുള്ള ഉൾപാർട്ടി യുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന ഘട്ടത്തിലാണ് വിവിധ വിഷയങ്ങളിൽ രണ്ടുപേരും ഹർജികളുമായി LDF സർക്കാരിനെതിരെ കോടതിയിൽ പോയത്. AI ക്യാമറ, K-ഫോൺ എന്നീ പദ്ധതികളിലായിരുന്നു സതീശനും ചെന്നിത്തലയും മത്സരിച്ച് പത്രസമ്മേളനം വിളിച്ചുകൊണ്ടിരുന്നത്. 2 പദ്ധതികളിലും പങ്കുചേർന്നിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ ആക്രമിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആക്ഷേപങ്ങൾ മുഴുവനും. K-ഫോൺ വിഷയത്തിൽ ആദ്യം സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോണിനെതിരെയാണ് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചത്. പിന്നീടത് റെയിൽടെലിനെതിരെയായി. K-ഫോൺ സാങ്കേതിക സഹായത്തിനുള്ള ടെൻഡർ റെയിൽടെലിന് ലഭിച്ചതിൽ പോലും ദുരൂഹത ആരോപിക്കുവാനാണ് അന്ന് അവർ തയ്യാറായത്. മിനിരത്ന കാറ്റഗറി 1 ഉൾപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ റെയിൽടെലിനെയാണ് പ്രതിപക്ഷത്തെ പ്രമുഖർ ആരോപണങ്ങളുടെ മറയത്ത് നിർത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ 72.8% ഓഹരി ഉടമസ്ഥതയിലുള്ള റെയിൽടെലാണ് രാജ്യത്താകെയുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ ഇന്റർനെറ്റ് കൊടുക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ നേതൃത്വത്തിലാണ് റെയിൽടെൽ പ്രവർത്തിക്കുന്നതെന്ന് അറിഞ്ഞിട്ടും ഇത്തരം വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചത് കുറച്ചു നേരത്തേക്കെങ്കിലും പുകമറയുണ്ടാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിലൂടെയായിരുന്നു. K-ഫോൺ അഴിമതി ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ഹർജി നേരത്തെ തന്നെ ഹൈക്കോടതി തള്ളിയിരുന്നു. CBI അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു അന്ന് ഹർജി നൽകിയിരുന്നത്. പദ്ധതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടോ നിയമവിരുദ്ധതയോ കണ്ടെത്താനായിട്ടില്ലെന്നാണ് കോടതി നിരീക്ഷിച്ചത്. K-ഫോൺ ടെൻഡർ നടപടികൾ തുടരാമെന്ന് കോടതി അറിയിക്കുകയും ചെയ്തു. ഹർജി തള്ളിക്കൊണ്ട് പ്രതിപക്ഷ നേതാവിനെ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിലായിരുന്നു വിമർശിച്ചത്. പ്രതിപക്ഷ നേതാവിന് പബ്ലിക് ഇൻട്രസ്റ്റോ അതോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റോ എന്നാണ് അന്ന് കോടതി ചോദിച്ചത്. AI ക്യാമറ പദ്ധതിയിലും കെൽട്രോണിനെതിരെയായിരുന്നു പ്രതിപക്ഷം ആരോപണം തൊടുത്തുവിട്ടത്. എന്നാൽ കെൽട്രോണിന് ആദ്യ ഗഡുവായ 11.79 കോടി രൂപ നൽകാൻ ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ച ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷ ആരോപണം നനഞ്ഞ പടക്കമായി മാറിയിരുന്നു. ഒരു തെളിവ് പോലും ഹാജരാക്കാൻ കഴിയാത്തതിനാൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ച് ഹർജികൾ തള്ളുകയാണുണ്ടായത്. AI ക്യാമറകൾ സ്ഥാപിച്ചതിനു ശേഷം കേരളത്തിൽ റോഡ് അപകടങ്ങളും മരണങ്ങളും വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. AI ക്യാമറ ഉൾപ്പെടെയുള്ള കേരളത്തിലെ അത്യാധുനിക റോഡ് സേഫ്റ്റി സംവിധാനങ്ങളെക്കുറിച്ച് നേരിട്ട് പഠിക്കാൻ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഉൾപ്പെടെ ഉദ്യോഗസ്ഥ സംഘം എത്തിയ വാർത്തകളും നമ്മൾ കണ്ടതാണ്. അപ്പോഴാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംശയമുന്നിൽ നിർത്തി കുത്തിത്തിരിപ്പുമായി സതീശനും രമേശും കോടതിയിൽ പോയത്. ഇതൊക്കെ എന്തിനാണെന്നും ആരെ സഹായിക്കാനാണെന്നും പകൽ പോലെ വ്യക്തമാണ്. ടെലികോം കുത്തക കമ്പനികളുടെ ഉൾപ്പെടെ കൊട്ടേഷൻ ഏറ്റെടുത്തായിരുന്നു കുത്തിത്തിരിപ്പുകൾ മുഴുവനും.